ജോൺ അബ്രഹാമിന്റെ ഒരു ഇന്റർവ്യൂല് കണ്ടിരുന്നു. ആള് പറയണത് 20 വർഷമായിട്ട് കാജു ബർഫി ഉണ്ടല്ലോ, അത് ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരു ബർഫി പോലും ആള് 20 വർഷമായിട്ട് കഴിച്ചില്ല. ഇന്ന് ഈ ഒരു പോഡ്കാസ്റ്റിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് ആളുകൾ ദിവാ സീക്രട്ടിനെ കുറിച്ച് എൻക്വയറി നടത്തുന്നുണ്ട്. പുതിയ ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇതിന്റെ കൺസ്യൂമിംഗ് രീതി, ഇത് കഴിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്, ഇത് കഴിച്ച ആളുകളുടെ റിസൾട്ട്സ്, ടെസ്റ്റിമോണി, എവറിത്തിങ് ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ ഇവിടെ നമ്മുടെ കൂടെ ഈ ഒരു പോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് ഷാഹിദ് സാറാണ്. വെൽക്കം. എന്റെ കുറച്ച് ചോദ്യങ്ങളായിരിക്കും അദ്ദേഹം ആൻസർ ചെയ്യുന്നത്. കാരണം വളരെയധികം ഹെൽത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഹെൽത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഷാഹിദ് സാർ. സോ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യൂവേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിൽ ചോദിക്കാൻ പോകുന്നത്. കുറെ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പോലും ഒരു ടെസ്റ്റിമോണിയാണ്. നിങ്ങൾ എന്നോട് പറഞ്ഞു ഓർഗാനിക് ഫ്രൂട്ട്സിനെക്കാട്ടും ചെറിയ പ്രൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് സാധാരണക്കാർക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നത്. സോ എന്താണ് ഈ ഒരു ദിവാ സീക്രട്ട് പ്രൊഡക്റ്റിന്റെ ഒരു പ്രത്യേകത? ദിവാ സീക്രട്ട് പ്രൊഡക്റ്റിന്റെ പ്രത്യേകത ഞാൻ അവരോട് മുമ്പ് സംസാരിച്ചിരുന്നു. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ആ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കിയിരിക്കുന്ന അതിന്റെ പ്രിപ്പറേഷൻ രീതി, ടെക്നോളജി തന്നെ ഭയങ്കര ചേഞ്ച് ആണ് ശരിക്കും പറഞ്ഞത്. യെസ്, സ്റ്റെം സെൽ ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കുറെ വ്യൂവേഴ്സിന് എന്താണ് സ്റ്റെം സെല്ലിനെ ആക്ച്വലി അറിയില്ല. സിമ്പിൾ ആയിട്ട് സ്റ്റെം സെല്ലിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റും? സ്റ്റെം സെൽ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ്സ് ശരിക്കും നമ്മുടെ നാട്ടില് കൂടുതൽ ആൾക്കാർ അറിഞ്ഞു വരണുള്ളൂ. കുട്ടികളെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ആ ഹോസ്പിറ്റലിൽ നിനക്ക് ചോദിക്കുന്നുണ്ട് സ്റ്റെം സെൽ എടുത്ത് സൂക്ഷിച്ച് വെക്കണമെന്ന്, കേട്ടല്ലേ? സ്റ്റെം സെൽ എടുത്ത് സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പാക്കേജ് കോസ്റ്റ് ഒക്കെ വരുന്നത് 20 lakhs മേലേക്കാണ് ഒരു പാക്കേജ് കോസ്റ്റ് ഒക്കെ വരുന്നത്. ആ സ്റ്റെം സെൽ എടുത്ത് വെക്കുന്നത് എന്താണ് അതിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ആ കുട്ടിക്കോ അതിന്റെ പാരന്റ്സിനോ എന്തെങ്കിലും മാരകമായിട്ടുള്ള അസുഖങ്ങൾ ഭാവിയിൽ വരികയാണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാൻ വരെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു സംഭവമാണ് സ്റ്റെം സെൽ എന്ന് പറയുന്നത്. സ്റ്റെം സെൽ ശരിക്കും പറഞ്ഞാല് കുട്ടികളെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് അവരെ പൊക്കിൽ കൂടി, ആ പൊക്കിൽ കൂടി നിന്നാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ ബ്ലഡ് എടുത്ത് വെച്ചിട്ടാണ് സ്റ്റെം സെൽ എടുത്ത് വെക്കുന്നത്. ഈവൻ ഓർഗനായിട്ട് വരെ മാറാൻ കപ്പാസിറ്റി ഉള്ള നമ്മുടെ ശരീരത്തിലെ സൂക്ഷ്മകോശം സ്റ്റെം സെൽ എന്നൊക്കെ നമുക്ക് എടുത്ത് പറയാം. മാറാൻ കപ്പാസിറ്റി ഉള്ള സാധനമാണ് എന്ത്, സ്റ്റെം സെൽ എന്ന് പറഞ്ഞത്. അതാണ് സ്റ്റെം സെൽ സിസ്റ്റത്തിന് എത്ര ഡിമാൻഡ് വരാൻ കാരണം. അത് ഹ്യൂമൺ എന്ന് പറയുന്ന സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ നേരെ പ്ലാന്റ്സുകളിലും അതേപോലെ തന്നെ ജീവികളിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്റ്റെം സെല്ലിന്റെ പല പരീക്ഷണങ്ങളും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വലിയ വലിയ ഗ്രോത്ത് നടക്കുന്നുണ്ട്. ഇവിടെ നമ്മളിപ്പോ ഇരിക്കുന്നത് ദുബായിലാണല്ലോ. ദുബായിൽ തന്നെ ഇപ്പൊ അബുദാബിയിൽ ഓൾറെഡി ഉണ്ട് സ്റ്റെം സെല്ലിന്റെ ഓൾറെഡി സെന്റേഴ്സ് നടക്കുന്നുണ്ട്. ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് കാണാൻ പറ്റും. അപ്പൊ ഇത് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പ്ലാന്റുകളിലും ഫ്രൂട്ട്സുകളിൽ നിന്നും എടുത്തിരിക്കുന്ന സൂക്ഷ്മകോശങ്ങൾ, അതായത് സ്റ്റെം സെൽ എടുത്തിട്ടാണ് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. എന്തായാലും നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റിൽ ഒന്നും ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഗ്രീൻ ആപ്പിൾ ഉണ്ട് ഇതിൽ. ഗ്രീൻ ആപ്പിൾ അറിയാലോ, എന്നാണ് ഓൾറെഡി നമ്മൾ സംസാരിച്ച മാറ്റം. ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്നത് അത്രയും ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള, അതേപോലെ തന്നെ അസ്തസാന്ത് എന്ന് പറഞ്ഞാൽ കടലിനടിയിലുള്ള ഒരു പായലാണ്. ഞാൻ കേട്ടിട്ടുണ്ട് അസ്വസാന്തിനെ കുറിച്ച് കുറെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട്. അതെ, ഭയങ്കര കോസ്റ്റ്ലി ആണ് ആ പ്രൊഡക്റ്റുകൾ. ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തു പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അസ്വസാന്തിന് റിവേഴ്സ് സൈക്കിംഗ് എന്നൊരു സ്വഭാവമുണ്ട്, ഒരു കണ്ടന്റ് ഉണ്ട് അതിൽ. അസ്വസാന്തി ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവര് ബാക്കിലോട്ട് വരുമ്പോൾ അവരെ അയച്ചു. മമ്മൂട്ടിയൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ടാവില്ല? തീർച്ചയായും. അതേപോലെ ഇതേപോലെ ആളുകൾ സെലിബ്രിറ്റീസും താങ്കളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇതേപോലെ പ്രൊഡക്റ്റുകളൊക്കെ പല പ്രൊഡക്റ്റുകളും അതുപോലെ ഉപയോഗിക്കുന്നുണ്ടാവും ആളുകൾ. അസ്വസാന്തി റിവേഴ്സ് ഏജിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ ആയിക്കോട്ടെ, നമ്മുടെ പെർഫോമൻസ് ആയിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ നമ്മൾ ബാക്കിലോട്ട് സഞ്ചരിക്കും. എല്ലാം കൊണ്ടും, പെർഫോമൻസ് കൊണ്ടും സ്റ്റാമിന കൊണ്ടും എനർജി കൊണ്ടും എല്ലാം കൊണ്ടും ആ വ്യക്തി ചെയ്യുന്നുണ്ടാവും. അതൊക്കെയാണ് ഈ അസ്വസാന്തിന്റെ ബെനിഫിറ്റ് പറയുന്നത്. പിന്നെ ബ്ലാക്ക് കറന്റ് എക്സ്ട്രാക്ട് ഉണ്ട്, അസായിബറി. അസായിബറിനെ കുറിച്ച് അറിയാലോ, ആമസോണിൽ ഭയങ്കര പവർഫുൾ പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഫോസ്ഫോലാഷറട്ട, അതായത് അറബിക് ഗം, കേട്ടല്ലേ? അറബിക് ഗം ഭയങ്കര ഫേമസ്. അതിലുള്ള ഇൻഗ്രീഡിയൻസും സംഭവങ്ങളൊക്കെ അതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഭയങ്കര ബെനിഫിറ്റബിൾ ആണ് നമുക്ക്. മൊത്തം എത്ര ഇൻഗ്രീഡിയൻസ് ഉണ്ട്? മൊത്തം 25 ഇൻഗ്രീഡിയൻസ് ആണ് വരുന്നത്. 25 ഇൻഗ്രീഡിയൻസ്. ടർമറിക് ഉണ്ട്, ഹണി ഉണ്ട്, ബ്ലാക്ക് കുമിൻ എന്ന് പറഞ്ഞാൽ കരിഞ്ചീരകം. കരിഞ്ചീരകത്തെ കുറിച്ച് കേട്ടാൽ മരണമല്ലാത്ത എല്ലാ അസുഖങ്ങൾക്കും കരിഞ്ചീരകം വളരെ ബെനിഫിറ്റ് ആണെന്ന് പറയുന്നത്. കരിഞ്ചീരകം ഉണ്ട്. പിന്നെ പോമഗ്രാനൈറ്റ്, പിന്നെ മുന്തിരി ഇല്ലേ, നമ്മുടെ മുന്തിരിയുടെ വിത്ത് ഇതിലുണ്ട്. മുന്തിരിയുടെ വിത്തിൽ വരുന്നത് ഹേർട്ടിനും സ്കിന്നിനൊക്കെ ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് മുന്തിരിയുടെ വിത്ത് എന്ന് പറയുന്നത്. ബിൽബറി എക്സ്ട്രാക്ട് ഉണ്ട്. ബിൽബറി എന്ന് പറഞ്ഞ ഫ്രൂട്ടിന്റെ എക്സ്ട്രാക്ട് വരുന്നുണ്ട്. അക്വാമിൻ വരുന്നുണ്ട്. അക്വാമിൻ എന്ന് പറഞ്ഞ കടലടിയിൽ ഒരു പായൽ തന്നെ ഉണ്ടോ. പിന്നെ ഗ്ലിസോളിൻ ഒരു നമ്മുടെ ഗോതമ്പിന്റെ വർഗത്തിൽപ്പെട്ടതാണ്.
പിന്നെ ഷമാമ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ 10ഓളം പ്രോബയോട്ടിക്സുകളുണ്ട്. പ്രോബയോട്ടിക്സും നമുക്ക് പ്രോബയോട്ടിക്സിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ കുടല് നന്നായി കഴിഞ്ഞാൽ ഉടല് നന്നായി എന്ന് മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. ഈ പ്രോബയോട്ടിക്സിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് കിടക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഗട്ട് ഹെൽത്ത് ആണ് മെയിൻ കിടക്കുന്നത്. വയറിന് പ്രശ്നമാണെങ്കിൽ ഗട്ട് ഹെൽത്ത് ക്ലിയർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇമ്മ്യൂണിറ്റി 10 ടൈംസ് നമ്മൾ വർദ്ധിക്കും. അത് ഈ പ്രൊഡക്റ്റിലും മാറുന്നാണ് പറയുന്നത്. യെസ്, എക്സാക്ട്ലി. അതായത് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിലെ 25 ഇൻഗ്രീഡിയൻസ് ഇതിന്റെ സ്റ്റെം സെൽ എടുത്തിട്ടാണ് ഈ ഒരു കോംബോ ഉണ്ടാക്കിയത്. നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കോംബോ. ഈ 25 ഇൻഗ്രീഡിയൻസ് നമ്മളെ ഹെഡ് ടു ടോയ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തലമുടി മുതൽ വിരലിന്റെ അവിടെ വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യും ഈ ഒരു ബോഡിയിൽ, ഫുൾ ബോഡിയിൽ ന്യൂട്രീഷൻ ബെനിഫിറ്റ് ചെയ്യും. കോമൺ ആളുകളെ സംബന്ധിച്ച് ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമാണ്. അതായത് 90% ആളുകളും ഒരു അസുഖം വരുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നേരെ പോയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഈ 90% ആൾക്കാർക്കും അറിയാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇത് അസുഖം വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അതിന്റെ റൂട്ട് കോസ് ആണ്. അതായത് ഒരു മനുഷ്യ ശരീരം, ഹ്യൂമൻ ബോഡിനെ കുറിച്ച് മനസ്സിലാക്കിയതിന് ഉത്തരം ജാവേദിന് മനസ്സിലാക്കാവുന്നുണ്ട്. ഹ്യൂമൻ ബോഡിയുടെ ബിഗിനിങ് എന്ന് പറയുന്നത് സെല്ലാണ്. ഈ സെല്ലാണ് ടിഷ്യൂ ആയിട്ട് മാറുന്നു, ടിഷ്യൂ ആണ് ഓർഗനായിട്ട് മാറുന്നത്, ഓർഗനാണ് ഓർഗൻ സിസ്റ്റം ആണ് നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. അല്ലെ, എല്ലാവർക്കും പറയാം, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്കൊരു അസുഖം വരുമ്പോ, ഒരു ഓർഗൻ ഒരു അസുഖം വരുമ്പോ, അല്ലെങ്കിൽ നമ്മള് ഈ ബോഡി സിസ്റ്റത്തിൽ ഒരു കംപ്ലൈന്റ് വരുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അല്ലെ, അപ്പൊ നേരെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, അതിന് ട്രീറ്റ് ചെയ്യുന്നു. അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോകുന്ന വേണം, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ ഡോക്ടേഴ്സ് അവിടെ ട്രീറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ആ അസുഖത്തിനാണ്. അസുഖം വന്നിരുമ്പോ സ്വാഭാവികമായിട്ടും എത്ര പൈസ കൊടുക്കാനും തയ്യാറാണ്. അതെ, ആ അസുഖത്തിനാണ് അവിടെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഒരു റൂട്ട് കോസ് ഉണ്ട്. ഈ അസുഖം വരാനുള്ള ഒരു മൂല കാരണമാണ്. അതാണ് സെൽ ഡാമേജ് എന്ന് പറയുന്നത്. 90% അസുഖം കിടക്കുന്ന എവിടെയാണ്? ഈ സെൽ ഡാമേജ് ആണ്. ഈ സെൽ ഡാമേജ് ആണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റോട് ക്ലിയർ ചെയ്യുന്നത്. ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സെല്ലുലാർ ന്യൂട്രീഷൻ ആണ്. നമ്മൾ ഈ കഴിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ്, ഇത് ഉപയോഗിക്കുന്ന കൺസ്യൂമർ രീതി ഇപ്പൊ ജാവേദ് ഉപയോഗിച്ചപ്പോൾ ജാവേദ് മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഈ സബ്ലിംഗിൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന പ്രത്യേകത, സബ്ലിംഗിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് നമ്മൾ ബ്ലഡ് സ്ട്രീമിൽ വഴി ഡയറക്റ്റ് ബ്ലഡിലോട്ട് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടും. അപ്പൊ നേരെ അത് എന്ത് ചെയ്യണം? അതിന്റെ റൂട്ട് കോസ് എവിടെയാണോ പ്രശ്നം, ആ പ്രശ്നത്തിൽ പോയിട്ടാണ് അവിടെ സ്റ്റെം സെല്ലുകൾ എണ്ണ വർദ്ധിപ്പിക്കുന്നു, ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്യുന്നു. കുറെ ആളുകൾ ഇത് ഒറ്റടിക്ക് വായിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, അവരെ വായിൽ ഇത് ഇറങ്ങിപ്പോണെന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും ഇത് സബ്ലിംഗൽ ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇത് 15 മിനിറ്റ് ഇവിടെ ഹോൾഡ് ചെയ്യുന്നത് ഞാൻ കേട്ടു. അപ്പൊ എന്താണ് അതിന്റെ ഒരു കാര്യം? ഒരു 10 to 15 മിനിറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്, 10 മിനിറ്റ് എങ്കിലും മിനിമം. കാരണം നമ്മളത് ഇവിടെ ഈ പൗഡർ ഇട്ടതിന് ശേഷം ഇതിന്റെ കണ്ടന്റുകൾ നമുക്ക് ബ്ലഡിലോട്ട് എക്സ്ട്രീം ആണല്ലോ. അപ്പൊ രാവിലെ ഉപയോഗിക്കാനാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ അത്ര സമയം നമ്മൾ ഉറങ്ങി എണീറ്റ് ഫസ്റ്റ് ഉപയോഗിക്കുന്ന എന്ത് പ്രൊഡക്റ്റ് ആണോ ഉള്ളത് അത് പെട്ടെന്ന് എന്റെ ശരീരത്തിലോട്ട് എന്ത് ചെയ്യും, അബ്സോർബേഷൻ ഫാസ്റ്റ്. അപ്പൊ അതിന്റെ പേരാണ് മോർണിംഗ് ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ ഉപയോഗിക്കാൻ പറയുന്നത്. എന്തിനാണ് ബ്രഷ് ചെയ്യുന്നതിന് മുന്നെന്ന് വെച്ച് കഴിഞ്ഞാല്, ബ്രഷ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ കോമൺലി ആൾക്കാർ ഉപയോഗിക്കുന്നത് സാധാരണ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ടൂത്ത് പേസ്റ്റ് ഒക്കെ ആയിരിക്കും. ശരിക്കും ഓർഗാനിക് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റും അവിടെ ഉപയോഗിക്കണം എന്ന് പറയാം. അതൊന്നും ഇനിയിപ്പോ അതും കൂടി നമ്മള് സെല്ലിൽ വരുമല്ലാന്നുണ്ടെങ്കിൽ, അപ്പൊ കോമൺലി ആൾക്കാർക്ക് എന്തറിയില്ല, അതൊന്നും അറിയില്ല. കോമൺലി ആൾക്കാർ ഉപയോഗിക്കുന്നത് കൂടുതൽ കെമിക്കൽസ് ഉള്ള ടൂത്ത് പേസ്റ്റ് ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു, ആ കെമിക്കൽസ് വരുമ്പോൾ അതിന്റെ ബെനിഫിറ്റ്, നമ്മുടെ നാച്ചുറൽ പ്രൊഡക്റ്റ് ആണല്ലോ, അപ്പൊ അതിന്റെ ബെനിഫിറ്റ് അവിടെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ ഉപയോഗിക്കാൻ പറയുന്നത്. ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ നാക്കിനടിയിൽ പൗഡർ ഇടാം, ജസ്റ്റ് ഒരു 10 to 15 മിനിറ്റ്സ് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം. അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്യും, അതൊന്ന് ഡിസോൾവ് ആവും. അവിടെ നിന്ന് നേരെ എന്ത് ചെയ്യും, അത് നേരെ നമ്മളെ ബ്ലഡ് സ്ട്രീമിലോട്ട് അബ്സോർബ് ചെയ്യും. അങ്ങനെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യാം, നേരെ നമ്മൾ താഴത്തോട്ട് ഇറക്കാം. ടോട്ടൽ ഒരു 10 to 15 മിനിറ്റ് മതി. അതിനുശേഷം ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ കഴിഞ്ഞ ശേഷം ഒരു 3 ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കുക. നമ്മൾ ആകെ ഒരു കാര്യം പറയുന്നുള്ളൂ, ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ വേറെ ആയുർവേദത്തിലൊക്കെ ഉണ്ടല്ലേ, ഇന്നത് ഇറച്ചി കഴിക്കാൻ പാടില്ല, ഒരുപാട് പത്യങ്ങളൊക്കെ പറയുന്നില്ലേ. നമ്മൾ ഈ പ്രൊഡക്റ്റ് കഴിക്കുമ്പോൾ അങ്ങനത്തെ വേറെ എന്തും കഴിക്കാം. ആകെ നമ്മൾ പറയുന്നൊരു കാര്യം, 3 ലിറ്റർ വെള്ളം കൺസ്യൂം ചെയ്യാം. സാധാരണ ഒരു ഹ്യൂമൻ ബോഡിക്ക് അനുസരിച്ച് 25 കിലോ വെയിറ്റ് ഉള്ള ഒരാൾ 1 ലിറ്റർ വെള്ളം കൺസ്യൂം ചെയ്യണമെന്ന് ഓൾറെഡി WHO കൊണ്ടുവരും. നമ്മൾ പറയുന്ന കാര്യം ഇത് നോർമലി ഒന്ന് ഉപയോഗിക്കുക. കാരണം നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് റിച്ച് ആന്റി ഓക്സിഡൻസ് ഒക്കെ ഇതിലുള്ളത്. നമ്മുടെ ശരീരത്തിൽ ഇത്ര നാൾ നമ്മൾ കഴിച്ച വറുത്ത് പൊരിച്ച ഫുഡുകളൊക്കെ ആയിക്കോട്ടെ കോമൺലി ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പലതും. അങ്ങനെ ടോക്സിൻസ് ഒരുപാട് നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ പറയണം, ഈവൻ വെള്ളമായാൽ പോലും. അപ്പൊ അത് വാരിയിരിക്കുന്ന ഒരു വെള്ളം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ ബാക്ക് നമുക്ക് pH വാല്യൂ എത്രയാണ്,
7.6 7.5 ഒക്കെ ഉള്ളൂ. ഓസിന്റെ ഒക്കെ വെള്ളം കണ്ടല്ലേ ഇവിടെ സൂപ്പർ മാർക്കറ്റില് ഏകദേശം 8 ദിർഹം 9 ദിർഹം rate. ആ നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം ഒരു 750 രൂപ റേറ്റിലൊക്കെ വരുന്ന വെള്ളമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ആ വെള്ളമൊക്കെ വാങ്ങി കുടിക്കണമെന്നില്ല എന്താണ് നമുക്ക് നല്ല ഹെൽത്തി വാട്ടറാണ്. സാധാരണക്കാർ ആ വെള്ളം എല്ലാം കുടിക്കുന്നത്. പൊതുവായിട്ട് നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്, ഒരുപാട് ടോക്സിൻസ് ഉണ്ട്. ഈ ടോക്സിൻസ് ആണ് ഈ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്ത് കളയാൻ ശ്രമിക്കുന്നത്. പക്ഷെ വെള്ളം കുടിച്ചാൽ മാത്രമേ ഇത് പുറത്തു പോവുള്ളൂ. ശരിക്കും ഈ വെള്ളത്തിൽ മിനറൽസ് ഒന്നും ഇല്ലല്ലേ? നോർമലി നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഒരു മിനറൽസും ഇല്ല. ശരിക്കും നമ്മുടെ നാട്ടില് കുറെ ആളുകൾ എപ്പോഴും തെറ്റിദ്ധരിച്ചേക്കാണ്, അവര് വാങ്ങുന്ന വാട്ടർ മിനറൽ വാട്ടറാണ്, ശരിക്കും അതൊരു ഡെഡ് വാട്ടറാണ്. ശരിക്കും നമ്മളെ വീടുകളിൽ കേരളത്തില് 90% വീടുകളിലും കിട്ടുന്ന വെള്ളം ഈ പറഞ്ഞ പോലെ ഭയങ്കര ഡേഞ്ചർ വെള്ളം തന്നെയാണ്. മൈക്രോൺ ബാക്ടീരിയ അടക്കം ഇന്ന് നമ്മുടെ നാട്ടിലെ കിണറുകളിലെ വെള്ളത്തിലുണ്ടെന്ന് പറയണം. അതെ, കാരണം ബാത്റൂമിന്റെ അടുത്തായിരിക്കും. അതെ, പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ഏക്കർ പ്രോപ്പർട്ടിയിലേക്കും ചിലപ്പോ ഒരു വീടും ഒരു കിണറുണ്ടായിട്ടുള്ളൂ. ഇന്നൊരു 3 സെന്റിലും 4 സെന്റിലും വീടുകളാണ്. അപ്പൊ അപ്പത്തെ വീടിന്റെ ഡ്രൈനേജ് ഇപ്പഴത്തെ വീടിന്റെ കിണറൊക്കെ അടുത്താണ് നിൽക്കുന്നത്. സോ ആൾക്കാർ അതിനൊക്കെ മറ വെച്ചിട്ട് ഒന്ന് ഫിൽറ്റർ വെച്ചിട്ട് ആൾക്കാർ വെള്ളം കുടിക്കുന്നുണ്ട്. ശരിക്കും ആ ഫിൽറ്റർ എന്ന് പറഞ്ഞ വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തൊരു ലാബിൽ കൊണ്ട് നോക്കിയാൽ അറിയാം. അപ്പൊ നല്ല പോളിഫോം ബാക്ടീരിയ മാത്രം ചിലപ്പോ കിൽ ചെയ്യാൻ പറ്റുമായിരിക്കും ആ ഫിൽറ്റർ കൊണ്ട്. പക്ഷെ അവിടെ അസഡിക്കും മറ്റേ പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഹാർഡ് മെറ്റൽസ് എന്ന് പറയില്ലേ, ഹാർഡ് മെറ്റൽസ് സംഭവങ്ങളൊക്കെ എന്തിലുണ്ട്, ഈ വെള്ളത്തിലുണ്ട്. ആൾക്കാർക്ക് കിഡ്നി ഡാമേജും ഈ പ്രശ്നങ്ങളൊക്കെ ആൾക്കാർക്ക് വരാനുള്ള റീസൺ നമ്മളെ നാട്ടിലെ കുടുംബത്തിൽ വീട്ടിൽ നിന്ന് എടുക്കുന്ന കിണറ്റിലെ വെള്ളം കുടിച്ചാൽ മതി അസുഖങ്ങളൊക്കെ വരണം. അതാണ് ശരിക്കും പറഞ്ഞ റിയാലിറ്റി. ഇപ്പോഴത്തെ പ്രസന്റ് റിയാലിറ്റി പ്രശ്നങ്ങളൊക്കെ അതൊക്കെയാണ്. നമ്മുടെ ബോഡിയിൽ ശരിക്കും ഈ പ്രോഡക്റ്റ് ടോക്സിൻസ് റിമൂവ് എന്ന് പറയുന്നത് എക്സാക്ട്ലി എത്രത്തോളം നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും? ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ കണ്ടിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ കണ്ടു, അതില് കംപ്ലീറ്റ് ഞാൻ ഷോക്കായതാണ്. അത് തന്നെയാണ് ശരിക്കും നമുക്ക് പറയാനുള്ളത്. അത്രയും വലിയ ഹാർഡായിട്ടുള്ള ടോക്സിൻസിനെ വരെ ഒരു ചെറിയൊരു സമയം കൊണ്ട് റിമൂവ് ചെയ്ത് കളയും. ഈ പ്രൊഡക്റ്റിന്റെ പവർ. ഇതിന്റെ ലാബ് റിപ്പോർട്ട് വരെ അവൈലബിൾ ആണ്. കണ്ടിട്ടുണ്ടാവില്ലേ, ഇതിലൊരു ഹാർഡ് പാർട്ടിക്കിൾസും ഇല്ല, ആർക്കും കൺസ്യൂം ചെയ്യാം, ഒരു കെമിക്കൽസ് ഒന്നും ഇല്ലാന്നുള്ള ലാബ് റിപ്പോർട്ട് വരെ ഓൾറെഡി അവൈലബിൾ ആണ്. അതിന്റെ പേരിലാണ് ഇത്രയും രാജ്യങ്ങളിൽ 50ഓളം രാജ്യങ്ങളിൽ ഓൾറെഡി ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണെന്നുള്ളത്. ഇത്രയും രാജ്യങ്ങളിൽ ഇതിന്റെ സർട്ടിഫിക്കേഷൻസ് ഒരു ഫുഡാണ് എന്ന രീതിയിൽ സർട്ടിഫിക്കേഷൻസ് കിട്ടുന്ന എന്തിന്റെ പേരിലാണ് ഈ പ്രൊഡക്റ്റ് ഇത്രയും പ്യൂർ ആയിട്ടുള്ളതിന്റെ പേരിലാണ്. കുറെ ആളുകൾ ഇത് മെഡിസിൻ ആയിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ശരിക്കും ഇതൊരു ഫുഡ് പ്രൊഡക്റ്റ് ആണോ, മെഡിസിൻ ആണ്? ഒരിക്കലും ഒരു മെഡിസിൻ അല്ല, ഇതൊരു കംപ്ലീറ്റ്ലി ഫുഡാണ്, ഒരു നാച്ചുറൽ ഫുഡ്. ക്ലിയർ? അതായത് നമ്മൾക്കിപ്പോ ഈ 25 ഇൻഗ്രീഡിയൻസ് നമ്മളൊന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ നമ്മൾ കണ്ടില്ലേ, ഓർഗാനിക് ആപ്പിളിന്റെ വില എന്താണ് അവിടെ കണ്ടത്? ഏകദേശം 19-20 ദിർഹംസ് അങ്ങനെ റേഞ്ച് അല്ലെ? അപ്പൊ അത്രത്തോളം കോസ്റ്റ്ലി ആണ്. എന്ത് ഓർഗാനിക് വരുമ്പോ എല്ലാത്തിനും എന്ത് ചെയ്യും, ഇരട്ടിയിലധികം റേറ്റ് കൂടും. നോർമൽ ഗ്രീൻ ആപ്പിൾ നമ്മൾ കണ്ടു ഏകദേശം 4 ദിർഹംസ് 5 ദിർഹംസിന്റെ അടുത്ത് താഴെയുള്ളൂ. മറ്റേ വന്നപ്പോ എന്താ ഇത്രയും കോസ്റ്റ്ലി? ഇപ്പൊ നമ്മുടെ നാട്ടില് നമ്മുടെ ഇന്ത്യയിൽ എടുത്ത് നോക്കിയാലും ഈ ഓർഗാനിക് പ്രൊഡക്റ്റുകളൊക്കെ എന്താണ് ഇരട്ടിയിൽ മേലെയാണ് വില വരുന്നത്. ഇത് ഏകദേശം 25ഓളം ഇൻഗ്രീഡിയൻസ് ആണ് ഈ വരുന്നത്. ഈ 25 ഇൻഗ്രീഡിയൻസ് മാത്രം എടുത്തു പോയിട്ട് ഓർഗാനിക് വാങ്ങണേ പോലും എത്ര കോസ്റ്റ്ലി വരും? അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു ഫുഡായിട്ട് നമുക്ക് കഴിക്കാം. ഏർലി മോർണിംഗ് നമ്മൾ കഴിക്കുന്നത്. രാവിലെ ഈ പ്രൊഡക്റ്റ് കഴിക്കുമ്പോൾ ഇതിൽ ഒരുപാട് ആളുകൾ റിസൾട്ടുകൾ രാവിലെ കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നല്ല എനർജി ഉണ്ട് അല്ലെ, നല്ല എനർജി ഉണ്ടെന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞു. അപ്പൊ രാവിലെ തന്നെ നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് 3-3.5 കിലോ നമ്മൾ കഴിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഒരു വ്യക്തിക്ക് കിട്ടണേ. ബേസിക്കലി ഒരു സൂപ്പർ ഫുഡാണ്. എക്സാക്ട്ലി. അതാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ എടുത്ത് പറയാൻ പറ്റുന്ന പ്രത്യേകത എന്ന് പറയുന്നത്. രാവിലെ തന്നെ എന്ത് ചെയ്യുന്നു, നല്ലൊരു ഓർഗാനിക് ഫുഡ് കഴിക്കും. എത്ര ദിവസമാണ് ശരിക്കും കൺസ്യൂം ചെയ്യേണ്ടത്? 44 days ആളുകൾ പറയുന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി ഇത് എത്ര ദിവസം കഴിക്കണം? ഇനി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിർത്തണോണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരിക്കലും ഇല്ല. അതായത് കാരണം ഇതൊരു നാച്ചുറൽ പ്രൊഡക്റ്റ് ആയതിന്റെ പേരിൽ തന്നെ ഇപ്പൊ ഫ്രൂട്ട്സ് ഡെയിലി കഴിക്കുന്നതിന്റെ വലിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിന് ഉത്തരമാണ് എനിക്ക് പറയുന്നത്. ക്ലിയർ അല്ലേ? നമുക്ക് ഈ പ്രൊഡക്റ്റ് ഡെയിലി കൺസ്യൂം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഡെയിലി കൺസ്യൂം ചെയ്യാം. അത് ഓരോരുത്തരുടെ ഫിനാൻഷ്യൽ സംഭവമാണ്. ഡെയിലി ഒരു സാക്ഷിയാണ്, ഡെയിലി 1 സാക്ഷിയാണ്. 44 ദിവസമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സാമ്പിൾ കോഴ്സ് ആയിട്ട് ഒരു വ്യക്തിയെടുത്ത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കും. സാധാരണക്കാർ ഇപ്പൊ നോർമലി ഞാൻ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ എനിക്ക് ചില ആൾക്കാർ ചിന്തിക്കുക. നോർമലി ഞാൻ കഴിക്കുന്ന ഫുഡ് എനിക്ക് സാധാരണ മതി, വേറെ ഫുഡിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ സൂപ്പർ ഫുഡിന്റെ ആവശ്യമില്ല എന്നൊക്കെ ആയിരിക്കും സാധാരണക്കാർ ചിന്തിക്കുന്നത്. പക്ഷെ അവർക്കൊരു പ്രശ്നം വരുമ്പോഴേക്കും അവർക്ക് മനസ്സിലാക്കുക. ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തേക്കായിരിക്കും മനസ്സിലാക്കുന്നത് ഇത് നമ്മൾ പറയുന്നതിന്റെ വാല്യൂ ആൾക്കാർ മനസ്സിലാക്കുള്ളൂ. ആ അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറഞ്ഞൊരൊറ്റ കാര്യം ഇതുള്ളൂ, ഒരു 12,000 രൂപയുടെ ഇതിന് പ്രൊഡക്റ്റിന് കോസ്റ്റ് വരുന്നത്. ഇപ്പൊ AD കാൽക്കുലേറ്റ് 540 AD ആണ് തരുന്നത് 4 ബോക്സ് കഴിക്കാനായിട്ട്. 540 AD എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തിന്റെ കാൽക്കുലേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു ബിരിയാണി കഴിക്കണ കോസ്റ്റ് അതിന് കോസ്റ്റ് വരുന്നില്ല. അത് കാലാകാലം ഉപയോഗിക്കണ്ട, ഒരു 1.5 മാസം
ഒരു 44 ദിവസം ഒരു വ്യക്തി ഇത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഫീൽ ചെയ്യും എന്ത്, ഇത് ഞാൻ ഉപയോഗിക്കേണ്ട ആവശ്യകത ഉണ്ടോ എന്നുള്ളത് ആ വ്യക്തിയുടെ ബോഡി തന്നെ അദ്ദേഹത്തിനോട് പറയും. നമ്മൾ ഭയങ്കര ഹെൽത്തി ആണ്, നമുക്ക് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല എന്നാണ് സ്വാഭാവികമായിട്ടും ആൾക്കാർ ചിന്തിച്ചോണ്ടിരിക്കണേ. നമ്മൾ ഈ ലോകത്തിൽ തന്നെയല്ലേ ജീവിക്കണം, അന്യഗ്രഹത്തിലൊന്നല്ല ജീവിക്കണം. നമ്മൾ കഴിക്കണ ഫുഡും ഈ ആൾക്കാർ കഴിക്കണ ഫുഡൊക്കെ തന്നെയല്ലേ, അല്ലാതെ ഓർഗാനിക് ഫുഡ് ഇപ്പൊ മമ്മൂട്ടി അതേപോലെ തന്നെ കോഹ്ലിയിലൊക്കെ കഴിക്കണ പോലത്തെ വെള്ളമോ അരി കഴിക്കണ പോലത്തെ ഫുഡൊന്നുമല്ലല്ലോ നമ്മൾ കഴിച്ചോണ്ടിരിക്കണേ. സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്, ട്രബിൾസ് ഉണ്ട്. നമ്മളത് മനസ്സിലാക്കാൻ എപ്പോഴായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർഗനോ നമ്മുടെ സിസ്റ്റത്തിനോ പ്രശ്നം വരുമ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് അറിവ് കിട്ടിയാൽ പോരാ, തിരിച്ചറിവ് കിട്ടാന്ന് പറയും നമ്മൾ. ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കിയ ഒരാളാണ്. ഞാനും ഈ പറഞ്ഞ പോലെ ഫുള്ളി ഓർഗാനിക് കഴിച്ച് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഹെൽത്ത് നോക്കിയിരുന്ന ഒരാളൊന്നല്ല ഞാൻ കുറച്ചു കാലങ്ങൾക്ക് മുന്നേ ഒരു തിരിച്ചറിവ്, ഒരു അറിവ് കിട്ടി, തിരിച്ചറിവ് കിട്ടിയപ്പോഴും ഞാൻ അതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി. എപ്പോഴാണ് ഷാഹിദൊക്കെ ആ ഒരു റിയലൈസേഷൻ വന്നത്, എനിക്ക് ഹെൽത്ത് നോക്കണം അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ ശരിയാവില്ല? കാരണം ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് അവരോടൊക്കെ പറയാനുള്ളത്? എന്റെ ഈ കാലിന്റെ കുട്ടിയിൽ ഒരു ട്രബിൾ ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. നമ്മളെ കൂട്ടുകാരന്മാരൊക്കെ ആയിട്ട് കമ്പനി അടിച്ച് ബൈക്കും ഒക്കെ വർത്താനം പറഞ്ഞിട്ടിരുന്നു. എഴുന്നേറ്റ് പോകാൻ നേരത്ത് കാലെടുക്കുമ്പോ കാലിന് വരില്ല. ഇവിടെ ഒരു ട്രബിളാണ്. വളരെ സ്ലോയില് പിന്നെ നീക്കാൻ മാത്രമേ കാല് നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. പിന്നെ സ്കിന്നിന്റെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പൊ ഞാൻ സ്കിൻ ഡോക്ടറെ കണ്ടു. സ്കിൻ ഡോക്ടർ മരുന്ന് എഴുതി തന്നു. അതവിടെ പറ്റി അങ്ങനെ മാറി. കുറച്ചാളയുമ്പോ അത് വീണ്ടും വന്നു. അങ്ങനെയാണ് ആ സ്കിന്നിന്റെ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ വീണ്ടും അത് പട്ടണത്തിന്റെ പേരിൽ അവിടെ വിട്ടു. വീണ്ടും ആ പ്രോബ്ലം അവിടെ സ്റ്റിൽ ഉണ്ടായി. പിന്നെ അതേപോലെ തന്നെ ഈ കാലിന്റെ മുട്ടിന്റെ പ്രശ്നം ആ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിരുന്നെങ്കിൽ ഞാൻ അതിന് ഡോക്ടറെ ഒന്നും കാണാൻ പോയിരുന്നൊന്നുമില്ല. കൂടുതൽ നമ്മൾ ആരും എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. കോമൺലി ആയിട്ട് നമ്മളെ ബിസി ലൈഫിൽ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പൊ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഇതിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് കേട്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കലേ എന്റെ ഈ കാലിന്റെ ഈ പ്രോബ്ലംസ് മാറി. കാലിന്റെ സ്കിന്നും ഉണ്ടാവുന്ന സ്കിന്നിന്റെ എനിക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് ഈ പ്രൊഡക്റ്റിൽ ഒന്നുകൂടി അട്രാക്ട് ആയത്. അതെ അതെ. അപ്പൊ അത് വന്നപ്പോ എനിക്ക് മനസ്സിലായത് ഈ പ്രോഗ്രാംസും അതിന്റെ റിയാലിറ്റി ഒക്കെ കേട്ട് മനസ്സിലാക്കിയപ്പോ ഞാൻ അപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കിയത് എന്റെ ഈ പ്രോബ്ലംസ്, എന്റെ ഈ ഒരു ഏജിലൊക്കെ ഇത്ര വലിയ പ്രോബ്ലംസ് ഒക്കെ എനിക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്റെ ഡെയിലി റൂട്ടീനിലുള്ള പ്രശ്നങ്ങളാണെന്നുള്ളത് റിയലൈസ് ചെയ്തപ്പോഴാണ്. അപ്പൊ ഞാൻ അവിടെ തന്നെ ഷുഗർ കട്ടിങ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഷുഗർ ഇല്ലാതെയാണ് ചായ. ഷുഗർ ഇല്ലാതെ ചായ കുടിക്കുന്നത് ശരിക്കും. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ ഈ അങ്ങനെ വന്നപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രൊഡക്റ്റ് ഇതിന്റെ വാല്യൂ, ഹെൽത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഹെൽത്തിനെ കുറിച്ചൊക്കെ നമ്മള് കാശ് മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാനായാലും ജാവേദായാലും കാശിന്റെ പറയുള്ള ലൈഫിലായിരുന്നല്ലേ, കാശാണെന്നുള്ള ലൈഫിലായിരുന്നു തോന്നിയിരുന്നു. അപ്പൊ ഹെൽത്തും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാശ് അല്ലെങ്കിൽ പണം എന്ന് നമുക്ക് ഉപകാരപ്പെടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയപ്പോഴും ഹെൽത്ത് എന്നുള്ള സംഭവത്തിക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തു തുടങ്ങി. ആൾക്കാർ മാർക്കറ്റിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയും. ഇപ്പൊ എന്തായാലും ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് എന്തായാലും അമേസിംഗ് റിസൾട്ട് അവർക്ക് കിട്ടും. അവർക്ക് ലൈഫിൽ എന്തായാലും ഒരു വാങ്ങി കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണെന്ന് എന്തായാലും എനിക്ക് 100% പറയാൻ പറ്റും. അൺഹെൽത്തി ആയിട്ടുള്ള ആളുകൾ എന്തായാലും കൺസ്യൂം ചെയ്യേണ്ടത്. എക്സാക്ട്ലി, എന്തായാലും കൺസ്യൂം ചെയ്യണം. കാരണം അൺഹെൽത്തി എന്ന് പറയുമ്പോ ഇപ്പൊ ദുബായിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ കാണില്ലേ, എല്ലായിടത്തും ഒരു ഫുഡ് കഴിച്ചാൽ അതിന്റെ കൂടെ എന്തുണ്ട്, ആൾക്കാർ ഒരു പെപ്സി കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതെ അതെ, മോസ്റ്റ് ഡേഞ്ചറസ്. കൂടുതൽ ആൾക്കാർ, കുറെ ആൾക്കാർക്ക് ഇപ്പൊ മനസ്സിലായി എങ്കിലും കൂടുതൽ ആൾക്കാർ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് കൂൾ ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്നുണ്ട്. പല പല ബ്രാൻഡുകളായാലും കൂൾ ഡ്രിങ്ക്സ് ഞാൻ തീരെ യൂസ് ചെയ്യാറില്ല. കൂൾ ഡ്രിങ്ക് മൊത്തത്തിൽ 2 വർഷമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അതെ അതെ. ഈവൻ ചായ പോലും എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഷുഗർ കട്ടിട്ടായാലും പറഞ്ഞില്ലേ, ചായ പോലും നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ മധുരമില്ലാത്ത ചായ നമ്മൾ കുടിക്കാന്നുള്ളത് ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കും ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു ആദ്യം. പിന്നെ അത് യൂസ് ടു ആയി കഴിഞ്ഞാൽ നമുക്ക് ചായയില് ഷുഗർ ഉണ്ടെങ്കിലാണ് നമ്മൾ കുടിക്കാതിരിക്കുള്ളൂ. അതെ അതെ അതെ. ഷുഗർ ഇട്ടാ പിന്നെ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. എന്ത് സാധനവും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മളൊരു ഫ്രൂട്ട് ജ്യൂസ് ആയാൽ പോലും അതില് ഐസ് ഇടാതെ ഷുഗർ ഇടാതെ നമ്മളൊന്ന് കുടിച്ചു നോക്കിയേ. ഇനീഷ്യൽ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടായി. ഷുഗർ കൺസ്യൂം ചെയ്യാത്ത സമയത്ത് കുടിച്ചു നോക്കിയേ, ഭയങ്കര ടേസ്റ്റിയാണ് ശരിക്കും. പറഞ്ഞാൽ എല്ലാ സാധനത്തിനും അതിന്റെ ഒരു ഒറിജിനൽ ടേസ്റ്റ് ഉണ്ട്. ഗുവ കഴിക്കണേ, പച്ച കഴിക്കുമ്പോൾ അതിന്റെ ഒറിജിനൽ ടേസ്റ്റ് ഇല്ലേ. അത് ജ്യൂസ് ആക്കി കഴിക്കുമ്പോൾ നമുക്ക് വേറെ ടേസ്റ്റ് തോന്നുന്ന കാര്യമില്ല. പഞ്ചസാര റീസൺ ഇല്ല ശരിക്കും പറഞ്ഞു. ഈ ഷുഗർ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വരുന്ന ഓരോരോ ട്രബിൾസ് വീഡിയോ കണ്ടപ്പോൾ അതിനെ കുറിച്ച് മനസ്സിലാക്കിയത്. അതായത് ഈ ഷുഗർ എന്നുള്ളത് ഭയങ്കര സ്റ്റിക്കിയാണ്, ഗമ്മിയാണ്. അത് നമ്മുടെ ശരീരത്തിലൂടെ ട്രാവൽ ചെയ്ത്, ബ്ലഡിൽ കൂടെ ട്രാവൽ ചെയ്ത് പോകുമ്പോ നമ്മള് ഈ കാണുന്ന കണ്ണ് പോലും നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആലോചിച്ചോക്കെ, മൈക്രോസ്കോപ്പ് വെച്ച് നോക്കേണ്ട വെയിൻസ് ഒക്കെ ഉണ്ട് ഇതിനുള്ളിൽ. അതിനുള്ളിൽ കൂടെ ഒക്കെ ഈ ഷുഗർ ട്രാവൽ ചെയ്ത് പോകുമ്പോ ആ വെയിൻസ് അവിടെ സ്റ്റിക്കിയോ പൊട്ടിപ്പോവും. അവിടെ കട്ടയെ പിടിക്കും, ആ വെയിന് കോട്ടായി പോകും. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താണ്, അവിടെ ബ്ലഡ് പാസ് ചെയ്യില്ല,
ബ്ലഡ് നമ്മളെ ഒരു ഓർഗനിലേക്ക് എത്തില്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ എത്തേക്കും സംഭവിക്കുക ഓക്സിജൻ ഫുഡ് എത്തൂല, ഒന്നും എത്തൂല. അപ്പൊ ഓട്ടോമാറ്റിക് അവിടെ ട്രബിൾ ആയി. അപ്പൊ നമ്മുടെ ഒരു ഓർഗന് ട്രബിൾ വരും. ശരിക്കും ഇതൊന്നും അറിയാതെ ആളുകൾ ചായയും എല്ലാത്തിനും ഇങ്ങനെ പഞ്ചസാര ഒക്കെ ഇട്ട് അതെ അതെ അതെ. സ്വന്തം ബോഡിനെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ടോക്സിൻസ് പലതും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മാക്സിമം സ്റ്റോപ്പ് ചെയ്യാനാണ് പറയാ. എന്ത് ടോക്സിൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ മാക്സിമം അതിനൊക്കെ വിട്ടു നിൽക്കാനാണ് പറയാ. പക്ഷെ ഈ പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മൾ ടോക്സിൻസ് ഉപയോഗിക്കുമ്പോഴും എന്താണ് അതിനൊക്കെ നമ്മൾ ഈ ബോഡി പ്രൊട്ടക്ഷൻ ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് 44 ദിവസം നമ്മൾ സാമ്പിൾ കോഴ്സ് പറയുന്നുണ്ടെങ്കിൽ ഒരു 120 ഡേയ്സ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ ഒരു വ്യക്തി 120 ഡേയ്സ് ഉപയോഗിച്ചാൽ മതി. ആ 120 ഡേയ്സ് ഉപയോഗിച്ചാൽ തന്നെ ആ വ്യക്തി എന്ത് ചെയ്യും, കംപ്ലീറ്റ് പ്രൊട്ടക്റ്റഡ് ആയി. ഈവൻ അവന്റെ ശരീരത്തിലൂടെ ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ, നമ്മുടെ ശരീരത്തിലോട്ട് പിന്നെ ഒരു ടോക്സിൻസ് വന്നാൽ കൂടി പ്രൊട്ടക്ഷൻ ഉണ്ടാവും. കുറെ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അസുഖമുള്ള ആൾക്കാർക്ക് കൊടുക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ്. ശരിക്കും അസുഖമുള്ള ഒരാളാണോ ഇത് കൺസ്യൂം ചെയ്യേണ്ടത്, അത് നോർമലി നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും? ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അസുഖമുള്ളവർക്കല്ല. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് പറയാ. അതായത് നമുക്കൊരു പ്രശ്നം വരുന്നതിന് മുന്നേ നമ്മൾ അതിനെ മുന്നിൽ കാണുന്നവരാണ് എന്ത് സ്മാർട്ട് ആയിട്ടുള്ള ആളെന്ന് പറയും അല്ലെ. അപ്പൊ നമ്മള് ഈ അസുഖമുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾക്ക് മുന്നേ നമ്മൾ സഞ്ചരിച്ചു പോയ ആൾക്കാരാണ് ഈ അസുഖമുള്ളവർ. അപ്പോ ആ ട്രബിളിലോട്ട് നമ്മൾ എത്തിക്കും. കാരണം നമ്മളും അവർ പിന്നാലെ അത് തന്നെ കൺസ്യൂം ചെയ്തിട്ടാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുപയോഗിച്ച അവരുടെ കാട്ടി കൂടുതൽ മുന്നേ നമ്മൾ എത്തും. കാരണം എന്താ, പൊല്യൂഷൻ അന്ന് ഉപയോഗിച്ചാൽ കൂടുതൽ പൊല്യൂട്ടഡ് ആയി അല്ലെ. വെള്ളം നോക്കണമെങ്കിൽ അത്രയും ട്രബിൾസിലോട്ട് പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡുകളൊക്കെ എന്താണ് അത്രയും പോയിസൺ മോശം ഫുഡുകളായി തുടങ്ങി. അപ്പൊ അവര് എവിടെയാണ് എത്തി നിൽക്കുന്നത് അതിന്റെ മുന്നേ നമ്മ ആ സ്ഥലത്ത് എത്തും. അതാണ് അസുഖം എന്ന് പറയുന്ന സംഭവം. ഇനി അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ദിവാസിക്കട്ടിന്റെ സ്റ്റെം സെൽ ഉപയോഗിക്കുന്നത് ഞാൻ പറയുന്നത് അസുഖം വരുന്നതിന് മുന്നേ നമ്മൾ ഉപയോഗിക്കുക. അതിപ്പോ ഷുഗർ ഉള്ള ഒരാളാണെങ്കിൽ ആൾ ഓൾറെഡി ഒരു മെഡിസിൻ കഴിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഇൻസുലിൻ എടുക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഈ പ്രൊഡക്റ്റ് കഴിച്ചിട്ടുള്ള ജാതി ഒരുപാട് വോയിസ് ട്രിപ്പുകൾ ഉണ്ടാവും അല്ലെ. ഒരുപാട് ആളുകൾക്ക് ഷുഗർ അടക്കം എന്ത് ചെയ്ത് റിസൾട്ട് ഒരുപാട് റെഡ്യൂസ് ആയ ഞാൻ കുറെ ഇയർ ബാലൻസ്. അതെ അതെ അതെ. അപ്പൊ അങ്ങനത്തെ അസുഖമുള്ള ഒരാളെ സംബന്ധിച്ച് ഈ പ്രൊഡക്റ്റ് കഴിക്കുമ്പോ ഇൻ കേസ് അയാളുടെ ശരീരത്തിൽ അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ അതിനെ ക്യൂർ കൂടി എന്ത് ചെയ്യും, ഈ പ്രൊഡക്റ്റ് ചെയ്യും. അപ്പൊ അയാള് ഹൈ ഷുഗർ ഉള്ള വ്യക്തിയാണ്, ഇൻസുലിൻ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു 44 ദിവസം ഈ പ്രൊഡക്റ്റ് കറക്റ്റ് ആയിട്ട് കൺസ്യൂം ചെയ്തിട്ട് അയാൾക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ബ്ലഡ് ഷുഗർ എന്ത് ഉണ്ടാവും, കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അയാൾക്ക് ഡോക്ടറെ വേണമെങ്കിൽ ചെന്ന് കണ്ട് അയാളെ മരുന്ന് എന്ത് ചെയ്യാം, ഒന്ന് റെഡ്യൂസ് ചെയ്യാം. മെഡിസിൻ നിർത്താൻ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല. ഡോക്ടറെ കണ്ട് ഡോക്ടറെ ഐഡിയ അനുസരിച്ച് എന്ത് ചെയ്യാം, അവർക്ക് മരുന്ന് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ റെഡ്യൂസ് ചെയ്യാം. ഇനി അത്രയും കൺട്രോൾഡ് ആയി കറക്റ്റ് ഒരു 100 സംതിങ്ങിലോട്ടാണ് കറക്റ്റ് പോകുന്നതെങ്കിൽ വേണമെങ്കിൽ മെഡിസിൻ വരെ അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ഇഷ്ടപ്രകാരമല്ല, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം. ക്ലിയർ? അങ്ങനെ ഏത് അസുഖം, ഈവൻ ക്യാൻസറിന്റെ സ്റ്റേജ് 2 വരെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കഴിച്ചത് റിവേഴ്സ് ആയിട്ടുണ്ട്. നെഗറ്റീവിലോട്ടൊന്നും പ്രൊഡക്റ്റ് ശരിക്കും പറഞ്ഞാല് ദിവാസിക്കട്ടി ഒരു പ്രൊഡക്റ്റിനെ നമ്മളൊരു പ്രൊഡക്റ്റ് എന്ന് മാത്രം പറയാൻ പാടില്ല, ഒരു മാജിക്കൽ പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പൊല്യൂഷൻ പ്രൊഡക്റ്റ് ആണ്. കാരണം ആളുകളുടെ അസുഖങ്ങൾ മാറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഏറ്റവും കൂടുതലല്ലേ സ്നേഹിക്കുന്നത് അവരുടെ ബോഡീനെയാണ്. ഇനി അസുഖം വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അവർക്ക് മനസ്സിലാവും ഞാൻ വലിയൊരു തെറ്റിലേക്കാണ് പോയിട്ടുള്ളത്. കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും കുറെ ആളുകൾക്ക് റിയലൈസ് ആവാം. എന്തായാലും എല്ലാവർക്കും അവരുടെ ബോഡി ഇഷ്ടമാണ്. സ്റ്റിൽ എന്റെ ഒരു ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് ആളുകൾ 12,000 രൂപ മുടക്കുമ്പോ ഇത്രയും ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങൾ ഇതെല്ലാം മനുഷ്യന്മാർക്ക് അറിയാലോ, സ്റ്റിൽ ചില ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു 4 ബോക്സ് പറയുമ്പോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്? അത് ശരിക്കും പറഞ്ഞ ആൾക്കാരുടെ റിയാലിറ്റി മനസ്സിലാക്കാത്തതിന്റെ വരില്ല. ഇപ്പോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ചെറിയൊരു സ്വിഫ്റ്റ് കാർ വീട്ടിൽ ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി 3 മാസം ആ വണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷോറൂമിൽ കൊണ്ടിട്ട് സർവീസ് ചെയ്യും. ചെറിയ കാറാണ് ഞാനിപ്പോ സ്വിഫ്റ്റ് ഉദ്ദേശിച്ചത് അല്ലെ. ആ സ്വിഫ്റ്റ് കാർ ഷോറൂമിൽ കൊണ്ട് സർവീസ് ചെയ്യണമെങ്കിൽ എത്ര കോസ്റ്റ് വരും? എന്തായാലും 10,000-15,000 രൂപ 10,000 രൂപ തരില്ലേ വരും. ഈ ഒരു ചെറിയൊരു പൈസ കൊണ്ടാണ് ഇവന്റെ ഫുൾ ബോഡി എന്ത് ചെയ്യുന്നത്, സർവീസ് ചെയ്യുന്നത്. ഈ ഒരു 4 ബോക്സ് ഉപയോഗിക്കുമ്പോ അവന്റെ ഫുൾ ബോഡി ന്യൂട്രീഷൻ അത് ആ വ്യക്തിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇതുവരെ കൊടുത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റഡ് ആയിട്ട് ഈ പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മളെ വിളിച്ച് അതർ ആളുകൾക്ക് കൊടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ചെയ്യാനുള്ള കാരണം ആ പ്രൊഡക്റ്റ് അവർക്ക് റിസൾട്ട് ആയിട്ട് വരില്ലല്ലേ. അപ്പൊ ഇത് ആ വ്യക്തിക്ക് ഒരു 1 ടൈം ഒരു 12,000 അല്ലെങ്കിൽ 40 AED മുടക്കി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്നത് മനസ്സിലാവും. അപ്പൊ അതൊരു വലിയ എമൗണ്ട് ആണ്.
ഒരിക്കലുമില്ല. 12,000 രൂപ എന്ന് പറയുന്നത് ഇത്രയും റിസൾട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ദുബായിലെ കേസ് എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 12 AED മുടക്കി ഒരു ബിരിയാണി കഴിക്കുന്ന പൈസ. എല്ലാവരും ജോലിക്കും സംഭവത്തിലൊക്കെ പോണ ആൾക്കാർ എവിടെയെങ്കിലും കയറി എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നുണ്ടോ? ഒരു ദിവസം ഒരു 12 രൂപ മുടക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞത് ലൈഫ് ലോങ് മുടക്കണ്ട, ഒരു 44 ദിവസം മുടക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് മനസ്സിലാവുന്നത് ഈ പ്രൊഡക്റ്റ് എത്രത്തോളം വാല്യൂ ആണെന്നുള്ള വ്യക്തിക്ക് മനസ്സിലാവും. ഇത് കണ്ടിന്യൂ ചെയ്യാതെ നമ്മൾ നിർത്തിയെന്ന് വെച്ചോ, അപ്പൊ എന്തെങ്കിലും ബോഡിക്ക് സൈഡ് ഇഫക്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡിക്ഷൻ കണ്ടെങ്കിൽ ഇതിനുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം അതാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത്, ഇതൊരു നാച്ചുറൽ ഓർഗാനിക് പ്രൊഡക്റ്റ് ആണ്. നമ്മളിപ്പോ ഡെയിലി ഒരു ഷേക്ക് കുടിച്ചു, ഒരു ജ്യൂസ്, ഫ്രൂട്ട് ജ്യൂസ് കുടിച്ചു, ഷമാമ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും അവക്കാട് ആയിക്കോട്ടെ, ഡെയിലി ഒരു 44 ദിവസം നല്ലൊരു ജ്യൂസ് കുടിച്ചു. 44 ദിവസം കഴിഞ്ഞപ്പോ ജ്യൂസ് കൂടി നിർത്തി. എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ? ഇത് തന്നെയാണ് സംഭവിക്കുന്നുള്ളൂ. ഇത് ഈ പറയുന്ന 25 നല്ല ഇൻഗ്രീഡിയൻസ് നമ്മുടെ ശരീരത്തിലോട്ട് കൊടുത്തു. ഞാൻ അത് കൊടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് ശരീരത്തിന് ഒരിക്കലും എന്തില്ല, വേറെ ട്രബിൾസ് ഒന്നുമില്ല. അത് എന്തായാലും ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു സാഷ് ഈ 2 കഴിച്ച കുഴപ്പമുണ്ടോ? ഒരിക്കലും. കാരണം 2 സാക്ഷി നമ്മൾ സജസ്റ്റ് ചെയ്യുന്നു. കാരണം ഇത് കോസ്റ്റ്ലി ആണല്ലോ. നോർമലി ഒരു 12 AED എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരന് വെറുതെ 24 AED മുടക്കേണ്ട കാര്യമില്ല. നോർമലി ഒരു 1 സാക്ഷി ഉപയോഗിച്ചാൽ മതി. പിന്നെ 2 സാക്ഷി നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ട്രബിൾ ഉണ്ട്, ഷുഗർ കുറച്ച് ഹൈയിലാണ് നിൽക്കുന്നത്, അല്ലാതെ സ്കിന്നിൽ എന്തെങ്കിലും വലിയ പ്രോബ്ലംസ് ഉണ്ട്, സജസ്റ്റ് ചെയ്യാറുണ്ട്. മോർണിംഗ് ആൻഡ് ഈവനിങ് 2 ടൈംസ്. കുറെ ആളുകളുടെ ഉള്ളില് ഒരു ഡൗട്ട് ആയിരിക്കും, ഒരു നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നാവിന്റെ അടിയിൽ ഇടുന്ന ഒരു പ്രോസസ് ആയതുകൊണ്ട് പല ആളുകൾക്ക് സബ്ലിംഗൽ അപ്ലിക്കേഷൻ പ്രോസസ് അറിയില്ല. അപ്പൊ ചില ആളുകൾ എന്നോട് തമാശക്ക് ചോദിക്കാറുണ്ട്, ഇതുപോലെ MDMA ആണോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണോ? അപ്പൊ അവരോട് എന്താണ് നമുക്ക് പറയാനുള്ളത്? അതിനൊന്നും വെച്ചാല് ലാബ് റിപ്പോർട്ട് ജാവത് കണ്ടിരുന്നില്ലേ? ആ ലാബ് റിപ്പോർട്ട് ആളുകൾക്ക് കാണിച്ചു കൊടുത്താൽ മാത്രം മതി ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയണ്ട. അതിൽ ഒരു ഹാർഡ് പാർട്ടിക്കിൾസും ഇല്ല, ഒരു കെമിക്കൽസും ഇല്ല എന്നുള്ളത് വ്യക്തമായിട്ട് ആ ലാബ് റിപ്പോർട്ടിലുണ്ട്. ഇനിയും ആൾക്കാർക്ക് സംശയമാണോ, അവര് കൊണ്ട് ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്തോട്ടെ നമ്മൾ പറയുള്ളൂ. അത്രയും കീറി മുറിച്ച് പഠിക്കാനുള്ളതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ ചൂടുവെള്ളമാണോ പച്ചവെള്ളമാണോ എന്ന് മനസ്സിലാക്കണം. ഇപ്പൊ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്, അത് ചൂടുവെള്ളമാണോ പച്ചവെള്ളമാണോ എന്ന് മനസ്സിലാക്കാൻ ഒരു കോമൺ സെൻസ് എന്താ? തൊട്ട് നോക്കിയാൽ മതി. എന്ന് പറഞ്ഞ പോലെ തൊട്ട് നോക്കി നിങ്ങൾക്ക് ഫീൽ ചെയ്യാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് അതിൽ സംശയമുണ്ടോ? നിങ്ങൾ ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്തു, ഇത്രയും മാജിക്കൽ റിസൾട്ട് വരുമ്പോ നമ്മളും എന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യം സംശയിച്ചിട്ട് ഇത്രയും മാജിക്കൽ പ്രൊഡക്റ്റ്, ഇത്രയും റിസൾട്ട് എങ്ങനെയാണ് നാച്ചുറൽ പ്രൊഡക്റ്റ് വരുന്നതാണ് നമ്മൾ ആദ്യം സംശയിച്ചത്. അപ്പോഴാണ് നമ്മൾ അതിന്റെ ലാബ് റിപ്പോർട്ടും കാര്യങ്ങളും പരിശോധിക്കുന്നതും എന്ത് ഈ ടെക്നോളജിയെ കുറിച്ച് പഠിക്കുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞ പ്ലാന്റ് സ്റ്റെം സെൽ ടെക്നോളജിയുടെ പ്രത്യേകത നടക്കുന്നത്. ഇതൊരു ജാപ്പനീസ് ടെക്നോളജിയാണ്. ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് മലേഷ്യയാണ്, ടെക്നോളജി ജർമ്മനി. ഞാൻ കേട്ടിരുന്നു. അപ്പൊ നമുക്ക് മാർക്കറ്റിൽ ഇപ്പൊ ഈ പ്രൊഡക്റ്റ് ഏതൊക്കെ രാജ്യത്ത് അവൈലബിൾ ആണ്? എസ്പെഷ്യലി മലയാളികൾ എല്ലാ സ്ഥലത്തും ഉണ്ട് അല്ലെ? ഒരു സൂചി വീണാലും അത് വീഴുന്നത് മലയാളി തമാശക്ക് പറയാതെ അവിടെ ഒരു മലയാളി ഇല്ല. അപ്പോ ഇത് എവിടേക്കാണ് ഇപ്പൊ ഓരോ മലയാളികൾ ഈ പോഡ്കാസ്റ്റ് കാണുന്നുണ്ട്, അവർക്ക് ചിലപ്പോൾ ഇത് വാങ്ങി കഴിക്കണം എന്ന് ആഗ്രഹമുണ്ടാവും. അപ്പൊ ഏതൊക്കെ കൺട്രീസിൽ ഇപ്പൊ ഇത് അവൈലബിൾ ആണ്? ബേസിക്കലി ഇപ്പൊ നിലവിൽ ഏകദേശം 50ഓളം രാജ്യങ്ങളിൽ ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്, ഇന്ത്യയിൽ അവൈലബിൾ ആണ്, മലേഷ്യ അവൈലബിൾ ആണ്, USA അവൈലബിൾ ആണ്. ഇനിയിപ്പോ ഏത് രാജ്യത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റാക്ക് ഔട്ട് ഉള്ളൂ. കാരണം ഇത് കാർഗോ പ്രൊഡക്റ്റ് ആണ്, വളരെ വെയിറ്റ്ലെസ് ആണ്. പ്രൊഡക്റ്റ് കണ്ടില്ലേ, ഏകദേശം ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് ഒരു 15 ദിവസം ഉപയോഗിക്കാനുള്ള പാക്കറ്റ് പോലും ഏകദേശം 33 ഗ്രാം വരുന്നു. നമ്മുടെ ഫ്രണ്ട് ജംഷി പറഞ്ഞിരുന്നു, അതായത് ഒരു മാസത്തിലുള്ള പ്രൊഡക്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതെ അതെ. ഏത് രാജ്യത്തുള്ള ആൾക്കാർക്കും ഏത് രാജ്യത്താണോ നമ്മളിപ്പോ ഈ പ്രൊഡക്റ്റ് നീട് ആവശ്യക്കാരുള്ളത്, നമുക്ക് ഏത് രാജ്യത്തും വേണമെങ്കിൽ പ്രൊഡക്റ്റ് കൊടുക്കും. പ്രൊഡക്റ്റ് കടകളിൽ അവൈലബിൾ അല്ല, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പോലെ ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ അവൈലബിൾ അല്ല. ഇത് ഡയറക്റ്റ് കസ്റ്റമർക്ക് ഓരോ ഈ ഫ്രാഞ്ചൈസി എടുത്ത ആളുകളാണ് കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ എന്താണ് കമ്പനി ആ ഒരു രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്ന കാര്യം? അത് മെയിൻ ആയിട്ടുള്ള കാര്യം ഇപ്പോ നമ്മളിപ്പോ ഈ പ്ലാന്റ് സ്റ്റെം സെൽ ടെക്നോളജി അല്ലെങ്കിൽ സ്റ്റെം സെൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ പോലും കോമൺ ആളുകൾക്ക് അറിയാത്തൊരു കാര്യം, നല്ല എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള, ഞാനും ഈ അടുത്താണ് അതിനെ. അപ്പോ കൂടുതൽ ആൾക്കാർക്ക് അറിയാത്തൊരു സംഭവമാണ് എന്ത് ഈ സ്റ്റെം സെൽ ടെക്നോളജി അല്ലെങ്കിൽ എത്ര കൊടുത്തുള്ളതാണ്. ഇതൊരു ടീച്ച് ചെയ്ത് കൊടുക്കേണ്ട പ്രൊഡക്റ്റാണ്. ഒരാൾക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ്. അപ്പൊ അതിന്റെ പേരിൽ തന്നെയാണ് നമ്മൾ ഇതേപോലത്തെ ഒരു ഈ ഫ്രാഞ്ചൈസി കൊമേഴ്സ് സിസ്റ്റത്തിലൂടെ ചെയ്യുന്ന സിസ്റ്റം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു വ്യക്തി
അതിന്റെ ഈ ഫ്രാഞ്ചൈസി എടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി കമ്പനി 40 പ്രൊഡക്റ്റ് ഡയറക്ട്ലി കമ്പനി മലേഷ്യയിൽ നിന്ന് അയക്കും, അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലത്തെ സ്റ്റോക്കിസ്റ്റ് അവർക്ക് 40 പ്രൊഡക്റ്റ് അയക്കും. ആ ഈ ഫ്രാഞ്ചൈസിയിൽ നിന്നായിരിക്കും ഒരു കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആവുക അല്ലെ. ഇനി ആ രാജ്യത്തിന്റെ ഇപ്പൊ ഇന്ത്യനെ സംബന്ധിച്ച് നോക്കണമെങ്കിൽ അവിടുത്തെ FSSAI പേപ്പർ വർക്ക് ഓൾറെഡി ക്ലിയർ ആയതാണ്. ഞാൻ ഇന്ത്യയിൽ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഒരു ഷോപ്പിലിട്ട് വേണമെങ്കിൽ വിൽക്കാം, നമുക്ക് വിൽക്കാം. ആർക്കാണ് കയ്യിൽ പ്രൊഡക്റ്റ് ഉള്ളത് അവർക്ക് എങ്ങനെ വിൽക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ വിൽക്കാം. ഓൺലൈൻ സൈറ്റിലിട്ട് വിൽക്കാം. ഇപ്പൊ നമ്മള് തന്നെ ഓൾറെഡി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിൽ കൂടെ നമുക്ക് സെല് ചെയ്യണമെങ്കിൽ അതുപോലെ സെല് ചെയ്യാം. ഏത് മാർഗം നമ്മളെ മുന്നിലാണ്. കമ്പനി ചൂസ് ചെയ്യുന്നത് ആ മെത്തേഡ് ആണെങ്കിലും നമുക്ക് നമ്മളുടെ ഏത് ചോയ്സ് വേണമെങ്കിലും നമുക്ക് സെല് ചെയ്യാം. പ്രൊഡക്ടിവിറ്റി പോകുന്നതായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ദുബായിൽ പോയി വന്നിട്ട് ഈ ഒരു ഷോർട്ട് ടൈം കൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു സമയം കൊണ്ട് തന്നെ എത്ര ബോക്സില്ലേ സെല് ചെയ്ത ആൾക്കാർ വാങ്ങിയ ആൾക്കാർ റിപ്പീറ്റ് ചെയ്ത് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അത്ര ഡിമാൻഡാണെന്ന് വേണമെങ്കിൽ പറയാം. ഉപയോഗിച്ച ആൾക്കാർക്ക് ഇത് ഡിമാൻഡ് തന്നെയാണ്. ഉപയോഗിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ചെന്താണ് ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കിന് മുന്നിലായിരിക്കും ആൾക്കാർ നിൽക്കുന്നത്. ഞാൻ അങ്ങനത്തെ ആൾക്കാരുടെ സജസ്റ്റ് ചെയ്യുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഒരു എത്രത്തോളം പൈസ നമ്മള് പല കാര്യങ്ങൾക്കും നമ്മൾ വിനിയോഗിച്ചു പോകണം. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ തന്നെ എടുത്തു കഴിഞ്ഞാൽ എത്ര കോസ്റ്റ് ആയിട്ടുള്ള ഫോൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കണം അല്ലെ. അപ്പൊ ഒരു 12,000 രൂപ നമ്മുടെ ലൈഫിന് വേണ്ടിട്ട് അല്ലെങ്കിൽ ഒരു 540 AD നമ്മുടെ ഈ ഒരു ബോഡിക്ക് വേണ്ടി. നമ്മുടെ ബോഡിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടി വാചാലനാവട്ടെ, അതുകൊണ്ടല്ലോ നമ്മളെ ഹ്യൂമൻ ബോഡിയിലെ ഒരു പാർട്ട് ഒരു കിഡ്നി എടുത്ത് വിറ്റ് കഴിഞ്ഞാൽ ഇന്ത്യ മണി ഏകദേശം ഒരു 50 ലാഖിന് മേലെ എടുത്ത് തരാൻ വേണ്ടി റെഡി ആൾക്കാരുണ്ട്. ഞാൻ എവിടെ കേട്ടിട്ടുണ്ട്, അതായത് നമ്മുടെ ശരീരം മുഴുവൻ ഓർഗൻസ് സെപ്പറേറ്റ് ആക്കി വിറ്റ് കഴിഞ്ഞാൽ 15 കോടി രൂപ. 15 അതിന് അളക്കാൻ പറ്റില്ല പൈസ എത്രയാണ്. ഞാൻ മുമ്പ് ഇപ്പൊ ജാവേദ് ഞാൻ പറയണം, ജാവേദ് ഞാൻ കൊന്നോളാൻ പോണു 15 കോടിയാന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും ഒരിക്കലും ഇല്ല അതല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ബോഡിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പൈസ വെച്ചിട്ട് അളക്കാൻ പറ്റില്ല. ഇവൻ അതിന് ചെറിയ ഘടകങ്ങൾ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ കിഡ്നി, ഒരു കിഡ്നി ഇല്ലെങ്കിൽ ജീവിക്കാലോ. കിഡ്നി എടുത്ത് വിറ്റാൽ പോലും ഒരു 50 ലാഖ് റുപ്പീസ് കിട്ടും. അത്രയും വാല്യൂ ഒരു ബോഡിയാണ് നമ്മളെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. ആ ഹ്യൂമൻ ബോഡിയിലോട്ട് നമുക്ക് നല്ലൊരു സാധനം, ഇത്ര കാലം നമ്മൾ പലതും കൊടുത്തെങ്കിൽ ഒരു നല്ലൊരു സാധനം ഈ പറഞ്ഞ ചെറിയ എമൗണ്ട് വെച്ച് കൊടുക്കാൻ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ടെങ്കിലും തയ്യാറാണെങ്കിൽ അവർക്കത് ഫീൽ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡിമാൻഡഡ് പീപ്പിളിലോട്ട് അവർക്ക് മാറാൻ പറ്റും. ബാക്കിയൊക്കെ നമ്മളിപ്പോ എന്ത് കാര്യം പറഞ്ഞാലും കേൾക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് എന്താണ് ഏതൊരു പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിട്ട് പറയുന്നതാണോ എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്യും. ഞാൻ എന്തായാലും പറയില്ല, കാരണം ഞാന് ഈ പ്രൊഡക്റ്റ് കഴിച്ചു ഒരു 15 ദിവസം കൊണ്ട് എനിക്ക് സ്കിന്നിൽ ഒരുപാട് പ്രോബ്ലംസ് മാറിയപ്പോഴാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വിശ്വാസം വരുന്നതും ഞാൻ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യണം. അപ്പൊ നമ്മള് ഇപ്പൊ ടോട്ടലി ഞാനും വിവേക് നോക്കുകയാണെങ്കിൽ ഏകദേശം 40 ബോക്സ് ആദ്യം ടെസ്റ്റിമോണി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പല ആളുകൾക്ക് കൊടുത്തു. അവർക്കൊക്കെ അമേസിംഗ് റിസൾട്ട് ഉണ്ട്. പക്ഷെ ആയിഷ് സാറിനോട് പോലും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോ അല്ലെ പല ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്കിപ്പോ കഴിച്ചിട്ടും എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണ്? ഞാൻ പറഞ്ഞില്ലേ എന്റെ മുട്ടിന്റെ ആ ഒരു പ്രശ്നം, ആ ട്രബിൾ മാറി, എന്റെ സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ക്ലിയർ ആയി. നിങ്ങൾ ഫാമിലി ആർക്കെങ്കിലും കൊടുത്തിരുന്നത്? പിന്നെ എന്റെ വൈഫ് ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്റെ ഉമ്മ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ അമ്മായിക്ക് പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ഷുഗർ റെഡ്യൂസ് ആയിട്ടുണ്ട്. അമ്മായി ഓൾറെഡി ഇൻസുലിൻ അതേപോലെ തന്നെ ഈ ടാബ്ലറ്റ് ഒക്കെ ഹൈ ഷുഗറിലായിരുന്നു, അതൊന്ന് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ പ്രൊഡക്റ്റ് നല്ല റിസൾട്ട്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന് കൊടുത്തത് ദുബായിലുള്ള ഒരു ഫ്രണ്ടാണ്. അവർക്ക് കാലിനടിയിൽ എല്ലാ വർഷവും നാട്ടിൽ പോകുന്ന സമയത്ത് കാലിന്റെ പോളം വരും. എല്ലാ കൊല്ലവും നാട്ടിൽ ചെല്ലുമ്പോ ഭയങ്കര ട്രബിൾ ആണ് അതുകൊണ്ട് ഫേസ് ചെയ്തിരുന്നു. പക്ഷെ ഈ പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്തതിനു ശേഷം അങ്ങനത്തെ ഒരു പ്രോബ്ലം ഒന്നും അറിയില്ല. പിന്നെ ഒരാൾക്ക് മോഷന്റെ പ്രശ്നം ഉണ്ടാകും, അത് ക്ലിയർ ആയി. പക്ഷെ ഈ പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യുന്ന ഒരാൾക്ക് ഒരു റിസൾട്ട് ഒന്നും നല്ല കിട്ടുന്നത്, മൾട്ടിപ്പിൾ റിസൾട്ട്. കാരണം ഇതൊരു ഹോളിസ്റ്റിക് പ്രൊഡക്റ്റ് ആണല്ലോ. നമ്മളിപ്പോ ഈ പ്രൊഡക്റ്റ് കഴിക്കുമ്പോ, ഞാനിപ്പോ ഈ പ്രൊഡക്റ്റ് കഴിക്കുമ്പോ എന്റെ സ്കിന്നിന്റെ ഈ ഒരു പ്രോബ്ലം മാറണം എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോ അതിന് ഉദ്ദേശിച്ചിട്ടായിട്ട് ചിലപ്പോ കഴിക്കണ്ടാവാം. പക്ഷെ അത് ക്ലിയർ ആവും, മുട്ടിന്റെ ക്ലിയർ ആവും, എന്റെ ബോഡി വെയിറ്റ് കുറയുന്നു, അങ്ങനെ പല 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 റിസൾട്ടുകളാണ് കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് റിച്ച് ആയിട്ടുള്ള ആളുകളുണ്ട്. ശരിക്കും അവരിലോട്ട് ഈ പ്രൊഡക്റ്റ് എത്തിക്കഴിഞ്ഞാൽ എന്തായാലും അവർ വാങ്ങി കഴിക്കുമല്ലേ? തീർച്ചയായും അവരൊക്കെ ഫുള്ള് കണ്ടിന്യൂസ് കൺസ്യൂം ചെയ്യും. ക്യാഷ് കയ്യിൽ ഉള്ള ആളുകളെ സംബന്ധിച്ച് ഇതുപോലെ പ്രൊഡക്റ്റ് ഇപ്പൊ നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. നമ്മുടെ രേഷ്മിക, പുഷ്പലൊക്കെ നായികയായിട്ടുള്ള രേഷ്മിക ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയിട്ട് അവിടെ ഒരു കേക്ക് കട്ടെടുത്ത് ഒരു പീസ് കേക്ക്, ഒരു പീസ് കേക്ക് കൊടുത്തിട്ട് ആ പീസ് കേക്ക് ആയി കഴിക്കുന്നില്ല, രേഷ്മിക കഴിക്കുന്നില്ല. അത്രയും നിർബന്ധിച്ചപ്പോ ജസ്റ്റ് ആ കേക്ക് ഒന്ന് കിസ് ചെയ്തിട്ട് കൊടുത്തു. നമ്മളൊക്കെ ആണെങ്കിലോ
ഞാൻ ജോൺ ബ്രാമിന്റെ ഒരു ഇന്റർവ്യൂല് കണ്ടിരുന്നു. ആള് പറയണത് 20 വർഷമായിട്ട് കാജു ബർഫി ഉണ്ടല്ലോ, അത് ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരു ബർഫി പോലും ആൾ 20 വർഷമായിട്ട് കഴിച്ചിട്ടില്ല. ശരിക്കും സെലിബ്രിറ്റീസിനൊക്കെ അതിന്റെ ഇമ്പോർട്ടൻസ് അറിയാം. ശരിക്കും സാധാരണക്കാരാണ് ഇപ്പോഴും ഇതിനെ കുറിച്ച് മനസ്സിലാക്കാതെ എപ്പോഴും ഉള്ള ഷുഗറും സംഭവങ്ങളും എല്ലാം അടിച്ചോണ്ടിരിക്കണം. അപ്പൊ ബേസിക്കലി ഒരു സാധാരണക്കാരുടെ ഇടയിൽ ഇതൊരു വലിയൊരു റെവല്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഈ പ്രൊഡക്റ്റ് കഴിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ഞാനിപ്പോ ഏകദേശം ഒരു 4 മാസത്തിന് മേലെ ഈ പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്തോണ്ടിരിക്കുന്നു. 120 days കഴിഞ്ഞു. എനിക്ക് നല്ല മാറ്റം കിട്ടാ. ഞാന് മുമ്പൊക്കെ ഒരു കാണുമ്പോ ഉള്ള ഷായത്തിക്കനെക്കാട്ടും അല്ലെ 10 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ട്. അപ്പൊ ശരിക്കും ഈ പ്രൊഡക്റ്റിന്റെ ഒരു മാറ്റം തന്നെ ആയിരിക്കുമല്ലോ. അതെ, ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കും ഞാനിപ്പോ കൊടുത്ത ഉപയോഗിച്ചുള്ള ആളുകൾക്ക് ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടിനാണെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോമയുടെ പ്രശ്നം ഉണ്ടാവും. ആള് ആ ഗ്ലൂക്കോമയുടെ പ്രശ്നം ക്ലിയർ ആയി കുറവായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ആളുകൾ റിസൾട്ട് നമ്മളുണ്ട്. അതൊക്കെ നമുക്ക് മോർ എനർജി അല്ലേ. നമ്മൾ കൊടുത്ത ഒരാൾക്ക് റിസൾട്ട് കിട്ടി, അവർക്ക് ആ ക്യൂർ ആയി എന്ന് പറയുമ്പോ തന്നെ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് 10 times നമുക്ക് വർദ്ധിക്കും. എന്റെ ഫ്രണ്ടിന്റെ ഫാറൂഖ്, ഞാൻ അവന് ഈ പ്രൊഡക്റ്റ് കൊടുത്തപ്പോ അവന് തുമ്മല അലർജി ഒക്കെ എപ്പോഴും ഉള്ള ഒരാളായിരുന്നു. അപ്പൊ ഇത് കഴിച്ചപ്പോ അത് മാറി എന്നാണ് ആള് പറഞ്ഞത്. ഇങ്ങനെ പല റിസൾട്ടാണ് എനിക്ക് പേഴ്സണൽ ലെവലിൽ കിട്ടിയിട്ടുള്ളത്. എന്തായാലും മാർക്കറ്റില് ഈ ഒരു പ്രൊഡക്റ്റ് തരംഗം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പുതിയ ആളുകൾക്ക് നമ്മുടെ പോഡ്കാസ്റ്റിലൂടെ ഈ ഒരു പ്രൊഡക്റ്റിനെ ഡീപ്പ് നോളജ് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. പോഡ്കാസ്റ്റിൽ വന്ന് ഷാഹിദ് സാർ സംസാരിച്ചത് ഒരു വലിയൊരു നന്ദിയുണ്ട്. കാരണം നമ്മുടെ ഈ പോഡ്കാസ്റ്റിലൂടെ ആയിരിക്കും ചിലപ്പോൾ ഒരുപാട് ആളുകളുടെ ഹെൽത്തും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്യുന്ന പല ഡിസീസസും മാറുന്നത്. പോഡ്കാസ്റ്റിൽ ആസ് എ ഗസ്റ്റ് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് എന്തായാലും ഇനിയും ഇതുപോലുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പോഡ്കാസ്റ്റുകൾ നമുക്ക് ചെയ്യണം. എന്തായാലും താങ്ക് യു. താങ്ക്സ്. താങ്ക് യു.